ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാൻ്റെ മുത്തശ്ശനും മുത്തശ്ശിരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ദേവയാനിയെ നോക്കുന്നു. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് ദേവയാനി വിളിച്ചു. അതെ, മോള് പോവുകയാണെങ്കിൽ ഞാനും കൂടെ പോവുകയാണെന്ന് ദേവയാനി ഇവരോട് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്തം വിട്ട് മുത്തശ്ശനെയും മുത്തശ്ശി ഇങ്ങനെ നോക്കുവാണ്. മോളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അവിടെ സഹായത്തിന് കൂടെ ഒരാളുണ്ടായേ പറ്റുമെന്ന് പറഞ്ഞു. അതിന് ഏതെങ്കിലും ഒരു ഹോം നേഴ്സിന് വെച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു മുത്തശ്ശൻ. ഞാൻ നോക്കുന്നത് പോലെ ഒരു ഹോം നേഴ്സ് നോക്കിയാൽ പറ്റുമോ എന്ന് ദേവയാനി അന്നേരത്തേക്കും ഇവരോട് രണ്ടുപേരോടും ചോദിക്കുക. അതുമാത്രമല്ല, ചന്തുമോള് മോൾക്കൊപ്പം പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ചിരിച്ചു. അവരാരും ഇല്ലാതെ എനിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പം നീ സ്വാർത്ഥയാണെന്ന് ദേവയാനിയോട് മുത്തശ്ശൻ പറയാം. അപ്പോൾ ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിച്ചു. എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ആദർശിനൊപ്പം പോകാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു പുനരുദ്ധാരണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് നയന സംസാരിച്ചത്. ശ്രീരാമൻ്റെയും സീതയുടെയും ഒക്കെ കാര്യമാണ് പറഞ്ഞത്. ഭർത്താവ് എവിടെയുണ്ടോ അവിടെയാണ് ഭാര്യയും വേണ്ടതെന്ന്. അപ്പോൾ ദേവയാനി ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ജയൻ അങ്ങോട്ടേക്ക് വന്നു ഇവരുടെ സംസാരം കേട്ട്. അപ്പോൾ അതിനൊരു തിരുത്തുണ്ട് അച്ഛാ എന്നും പറഞ്ഞാൽ ജയൻ്റെ വരവേ. ദേവയാനി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ ലോകത്ത് ഏതൊരു സ്ത്രീക്കും ഭർത്താവിനേക്കാളും സ്നേഹം അവളുടെ മക്കളോടായിരിക്കും. അതുകൊണ്ട് മക്കളുള്ളിടത്തെ അവർ നിൽക്കാൻ ആഗ്രഹിക്കൂ എന്ന് ജയൻ പറഞ്ഞു. അങ്ങനെ എല്ലാ വീട്ടിലെയും പോലെ അല്ലല്ലോ നമ്മുടെ വീട്. ഇവിടെ ഞാനുള്ളിടത്ത് മാത്രമേ നിൻ്റെ അമ്മ നിൽക്കാറുള്ളൂ. നിങ്ങൾ മക്കൾ പിണങ്ങിപ്പോയാലും പിന്നാലെ ഇയാൾ വരുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല എന്ന കാര്യം മുത്തശ്ശിയെപ്പറ്റി പറയുവാണ്. ആദർശ് വീട് വിട്ട് പോയപ്പോൾ തന്നെ ഇയാളുടെ പകുതി ജീവൻ പോയി എന്നുള്ള കാര്യം ജയൻ ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയാം. മുത്തശ്ശിക്ക് ഇതൊന്നും താങ്ങാനും പറ്റുന്നില്ല. ഇനി മരുമകളും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അച്ഛാ. അതുകൊണ്ട് ഇയാൾ വേണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം നിന്നോട് അത്രയ്ക്കൊക്കെ സ്നേഹം ഉള്ളെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് മുത്തശ്ശൻ പറയുന്നു. അങ്ങനെ ദേവയാനിയെ ധർമ്മസങ്കടത്തിലാക്കുക മുത്തശ്ശൻ. ശരി, ഞാൻ പോകുന്നില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. എൻ്റെ തീരുമാനം ഞാൻ മാറ്റി പോരെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ തലയാട്ടി. ദേവയാനി എന്നിട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. ദേവയാനി അങ്ങ് അവിടുന്ന് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജയൻ ഇങ്ങനെ ഇവരുടെ മുന്നിൽ വിഷമിച്ച് തലകുനിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അവൾ പൊയ്ക്കോട്ടെ അച്ഛാ എന്ന് ജയൻ പറഞ്ഞു. അപ്പോൾ പോവണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗത്തെ ശരികളാണെന്ന് മുത്തശ്ശൻ ഇവരോട് രണ്ടുപേരോടും പറയുന്നു. ഇപ്പം ഇദ്ദേഹം ഒരുപാട് ശരികൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എന്തോ പറ്റിയെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ബുദ്ധി തെളിഞ്ഞ ബുദ്ധി തന്നെ വസുന്ധരെ, അത് മാറ്റാൻ ഞാൻ ഒരുക്കോ അല്ല എന്നും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞേ. ഇത് കേട്ട് സങ്കടപ്പെട്ടിട്ട് ജയനും അവിടെ നിന്ന് പോയി. ദേവയാനി പിന്നെ മുറിയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നയനിയും ചന്തമോളും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോൾ മോളെ എന്നും പറഞ്ഞ് ദേവയാനിയും വിളിച്ചു. ചന്തുമോൾ എൻ്റെ കൂടെ വരുന്നില്ല. മോളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മേ. ആദർശേട്ടൻ പോയപ്പോൾ തന്നെ അമ്മയുടെ പകുതി ജീവൻ പോയെന്നും ഇനി ഞങ്ങളെ കൂടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം നയന പറയുക. അതുകൊണ്ട് തൽക്കാലം അമ്മയ്ക്കൊരു ആശ്വാസത്തിന് വേണ്ടി മോൾ ഇവിടെ നിർത്തിയിട്ട് തന്നെയാണ് ഞാൻ പോണതെന്നും നയന ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ഇപ്പം തന്നെ മോളുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടെന്ന കാര്യം ദേവയാനി പറയണു. പിന്നെ മോളുടെ അമ്മയില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഞാൻ നിന്നോളാം മുത്തശ്ശിയെന്ന് ചന്തുമോൾ അന്നേരം പറഞ്ഞു. ദേവയാനിക്ക് അന്നേരത്തേക്ക് സങ്കടം വന്നു. കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ചേർത്തിങ്ങനെ നിർത്തുക കേട്ടോ. നയനയ്ക്കും ഭയങ്കര സങ്കടം. ഞാനൊന്ന് ജയേട്ടനോട് സംസാരിച്ചിട്ട് വരട്ടെ, ഞങ്ങളും കൂടെ വരുന്നുണ്ട് മോളെ എന്ന് പറയുമ്പം മോളെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞല്ലോ അമ്മ, പിന്നെന്തിനാ കൂടെ വരുന്നത് എന്ന് നയന ചോദിക്കുമ്പോൾ മോളെ കൊണ്ടുവിടാൻ പോലും അമ്മയ്ക്ക് അച്ഛനും വന്നുകൂടെ എന്ന് ചോദിച്ചു ദേവയാനി. അപ്പോൾ അച്ഛനോടും ചേട്ടനോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അവിടെ വന്ന് നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നയന ഇങ്ങനെ ഇതായിട്ട് നോക്കുക. പിന്നെ മോൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോയെന്ന് നോക്കണ്ട മോളെന്നും ദേവയാനി നയനയോട് ചോദിക്കുക. അതുമാത്രമല്ലല്ലോ, ആദർശ് മാറി താമസിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ശരി അമ്മ അച്ഛനെയും കൂട്ടി വാ എന്ന് നയന പറഞ്ഞു. എന്നിട്ട് നയന അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ ചന്തുമോളോട് നയന മോൾക്ക് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ച് സമാധാനിപ്പിക്കാം. മോള് കരഞ്ഞ് ആരെയും വിഷമിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നന്നായിട്ട് പഠിക്കണം, ഒന്നും മറന്നു പോകരുതെന്നൊക്കെ പറയുക. എല്ലാ ദിവസവും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നടുക്ക് കിടന്ന് വേണം കേട്ടോ ഉറങ്ങാനെന്നൊക്കെ പറയും. അപ്പം എന്നൊക്കെ കൊച്ചിങ്ങനെ തലയാട്ടുന്നുണ്ട്. നയന എന്നിട്ട് കൊച്ചിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് സങ്കടത്തോടെ കൂടി അങ്ങനെ നിൽക്കാതെ സമയം ജയനെ കാണാനായിട്ട് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ജയനും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ദേവയാനി ചെന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പം മോളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല ജയേട്ടാ, മോളെ കൊണ്ടുവിട്ടേ പറ്റുള്ളൂ, നമുക്ക് ഒരുമിച്ച് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ദേവയാനി. എന്നാൽ പിന്നെ നമ്മൾ പോട്ടെ
രണ്ടാൾക്കും അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അവർക്കൊക്കെ അതാണ് നല്ലത്. പക്ഷേ ദേ എൻ്റെയും ചന്തമോളുടെയും കാര്യം അതല്ല എന്നും എനിക്ക് വേണ്ടിയിട്ട് മോളെ ഇവിടെ നിർത്താമെന്ന് അവർ പറയുന്നതെന്ന് ദേവയാനി ഇങ്ങനെ ജയനോട് പറഞ്ഞു. എങ്കിലും നയനയില്ലാതെ മോളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചേട്ടാ എന്ന് പറയുമ്പം ആദർശ് പോയതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, വിളിച്ചിട്ടുമില്ല എന്ന കാര്യം ജയൻ പറയുക. അവനെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു. അവൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയില്ലല്ലോ, അവനെ തിരികെ കൊണ്ടുവരാൻ നമുക്കൊന്ന് നിർബന്ധിച്ചാലോ ചേട്ടാ എന്ന് ചോദിക്കുമ്പം അതൊന്നും വേണ്ട ദേവേ, അങ്ങനെ നിർബന്ധിച്ചാലൊന്നും അവൻ വരാൻ പോകുന്നില്ല. അവൻ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് വീട് വിട്ടു പോയിരിക്കുന്നത്. ഞങ്ങൾ മക്കളെക്കാളും അച്ഛൻ്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നതേ അവനാണെന്നുള്ള കാര്യവും ജയനിങ്ങനെ ദേവയാനിയോട് പറഞ്ഞു. എന്നിട്ട് ജൂനിയർ മൂർത്തിയെന്ന് അവനെ പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കുന്ന സ്വഭാവമൊന്നും അവനില്ല എന്ന കാര്യവും ജയൻ പറയുവാണ്. ഇപ്പോഴത്തെ അവൻ്റെ ഈ വീട് വിട്ടുള്ള പോക്കുണ്ടല്ലോ, അതിൻ്റെ അവസാനം അവൻ നേടേണ്ടത് നേടിയിരിക്കും, എന്നിട്ട് അവൻ തിരിച്ചു വരുവുള്ളൂ എന്ന് പറയുമ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ ജയേട്ടാ, നയനമോളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മോൾക്ക് അവിടെ വേണ്ടത്ര പരിചരണം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, അതാ ഇപ്പം എൻ്റെ പേടിയെന്നൊക്കെ ദേവയാനി പറഞ്ഞു. നയനമോൾ ഇവിടെ നിന്നിട്ട് എന്താടോ കാര്യം? ഒരു കാര്യമില്ലല്ലോ. അമ്മ പറയുന്നത് നീ കേട്ടില്ലേ? രാത്രി പോലും ആ കുട്ടിക്ക് ഉറക്കമില്ല, ഭക്ഷണമില്ല, അങ്ങനെയൊക്കെ നിന്നത് വീണു പോവില്ലേ? ആദർശിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന കാര്യവും ജയൻ പറയാം. അവൻ എന്തെങ്കിലും ആക്റ്റീവായി ചെയ്യണമെങ്കിൽ അവൻ്റെ ഭാര്യ അവൻ്റെ അരികിൽ വേണം. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ എന്നും ജയൻ ചോദിക്കാം. തന്നെ 7-ാം മാസം വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഒരാഴ്ച പോലും തൻ്റെ വീട്ടിൽ നിൽക്കാൻ ഞാൻ തന്നെ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ജയൻ ദേവയാനിയോട് ചോദിക്കണം. തിരിച്ചു വിളിച്ചുകൊണ്ട് പോരുമല്ലേ ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടെ നിന്നല്ലേ ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് പോയതെന്നൊക്കെ ചോദിക്കുക. പിന്നെ അതിനേക്കാളും ഒട്ടും കുറവല്ല ആദർശും നയനയും തമ്മിലുള്ള സ്നേഹം. അതുകൊണ്ട് 2 പേരും ഇനി ഒന്നിച്ച് തന്നെ നിൽക്കട്ടെ, അതാ നല്ലതെന്നൊക്കെ പറഞ്ഞു. താൻ നടന്നു, ഞാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയെ പറഞ്ഞു വിട്ടിട്ട് മനസ്സ് നുറുങ്ങുന്ന വേദനയുടെ ജയൻ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന നമ്മുടെ നയന ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നവ്യ അവിടെ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നവ്യ കോഫിയും കുടിച്ച് മൊബൈലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് നയന അങ്ങോട്ടേക്ക് വന്നു. നയന അങ്ങോട്ടേക്ക് വന്നപ്പം എന്താടി? അതെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം യാത്ര ചോദിക്കുന്ന ഈ സമയത്ത് എനിക്ക് വിഷമല്ല തോന്നുന്നത്, നിന്നോട് ദേഷ്യമാണ് തോന്നുന്നത്. ഈ അവസ്ഥയിൽ നീ പോയിട്ട് കാര്യം എന്താണെന്ന് നവ്യ ചോദിക്കാം. അതും അയാളെപ്പോലെ ഒരു ദുഷ്ടൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞപ്പം ചേച്ചി ഏത് നേരവും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുകയും ഇടിച്ചു താഴ്ത്തുകയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നവ്യയോട് പറഞ്ഞു. മറ്റുള്ളവരെ അങ്ങനെ ചൊടിപ്പിച്ചാൽ ചേച്ചിക്ക് തന്നെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഏതു നേരം ഇങ്ങനെ പറയുന്നതല്ലാതെ എന്താണോ നഷ്ടമെന്ന് നീ പറയുന്നില്ലല്ലോ എന്ന് നവ്യ. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഒരു ദിവസം നിന്റെ ചോര തിളച്ചിട്ടേ നീ ഏതാണ്ടെല്ലാം പറയാനായിട്ട് വന്നല്ലോ, അന്നല്ലേ പുണ്യാളനായ ആദർശിൻ്റെ അച്ഛൻ നിന്നെ തടഞ്ഞതെന്നൊക്കെ നവ്യ നയനയോട് ചോദിച്ചു. അല്ലെങ്കിൽ നീ ഏതാണ്ടൊക്കെ പുറന്തള്ളുമായിരുന്നല്ലോ, എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന് പറഞ്ഞു നവ്യ. എന്തായാലും ആദർശേട്ടൻ പോയി, ഞാനും അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ചേച്ചിയുടെ ജീവിതം കൂടി തകർത്തിട്ട് ഞാൻ പോകുന്നില്ല എന്ന് നയന പറഞ്ഞു. എൻ്റെ ജീവിതത്തെ പറ്റി നീ ചിന്തിക്കണ്ട. എൻ്റെ ജീവിതം ഇനി ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ പേരെടുത്തൊരു മോഡലാണ്. അങ്ങനെ കിട്ടിയ പണം ബാങ്കിലും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും എനിക്ക് ജീവിക്കാമെന്നാണ് പറഞ്ഞത് എന്ന് നവ്യ നയനയോട് പറയണം. പിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്, നിനക്ക് നല്ലൊരു തൊഴിലറിയാം. പിന്നെ നീ നിനക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ആകാൻ പോകുന്ന AN ജ്വല്ലറിയിൽ നിനക്കൊരു ക്യാബിൻ വരെ ഉണ്ടാകും. അവിടുത്തെ മെയിൻ ഡിസൈനറുടെ കസേരയും നിനക്കുണ്ടാകുമെന്നും നീ ചിന്തിക്കാത്ത സാലറിയും ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ നവ്യ പറഞ്ഞപ്പം എന്നും ആഡംബരം പൈസയും ജീവിതമൊക്കെയാണ് ചേച്ചി സ്വപ്നം കണ്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് നയന പറഞ്ഞു. ജീവിക്കാൻ പൈസ വേണം, പക്ഷേ പൈസ ഉണ്ടെങ്കിൽ എല്ലാം നേടാമെന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു നയന. ജീവിക്കാനുള്ള വരുമാനത്തിനൊപ്പം ജീവിതം മുന്നോട്ട് നയിക്കാനും കൂടെ ആൾക്കാർ വേണമെന്ന കാര്യവും പറഞ്ഞു. എൻ്റെ ആദർശേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ആദർശേട്ടൻ ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് നന്നായി മനസ്സിലായി. തിരിച്ചും അത് അങ്ങനെ തന്നെയാണ് ചേച്ചി എന്നും പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ പറയണ നവ്യ ആദർശേട്ടൻ്റെ ജോലികൾ ചെയ്യണമെങ്കിൽ ഞാൻ കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇങ്ങനെ നന്മമരം ചമഞ്ഞ് നടന്നു, അയാൾ പുറത്തു പോയതേ വേറെ വല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ. നീ നിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് അയാൾക്കൊപ്പം പോയിക്കോ. ഇപ്പോഴത്തെ നിൻ്റെ അവസ്ഥയിൽ നീ ഇവിടെ നിന്ന് മാറുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയുള്ളൂ. ഇനി നിനക്ക് ഇവിടുന്ന് മാറണമെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ പോയി നിന്നൂടെ എന്നും നവ്യ ചോദിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ആദർശേട്ടനുള്ളിടത്തേക്കാണ് പോകുന്നതെന്ന് നയന പറഞ്ഞു. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് പോലും അത് ആവശ്യമാണെന്നും എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ എൻ്റെ ഭർത്താവ് അരികിൽ വേണമെന്ന് പറഞ്ഞു.
അങ്ങനെ മനസമാധാനം കിട്ടിയാൽ കൊള്ളാം എന്ന് നവ്യയുടെ വരുവാക്കി പറച്ചിലും. എന്തെങ്കിലും ഗസ്റ്റ് ഹൗസിൽ അയാൾക്കൊപ്പം താമസിക്കുന്ന നിന്നെ കാണാൻ ഞാൻ വരില്ല എന്ന് നവ്യ നയനയോട് പറഞ്ഞു. പിന്നെ നീ ഇങ്ങോട്ട് വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിലോ നമുക്ക് കാണാമെന്നും നവ്യ നയനയോട് പറഞ്ഞു. അല്ലെങ്കിൽ പുറത്ത് വെച്ചെങ്കിലും കാണാമെന്ന് പറഞ്ഞു. ഇപ്പം അയാളുടെ മുഖം കാണണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാനിവിടെ കഴിയുന്നത് തന്നെയെന്നും നിനക്ക് എന്ത് തോന്നിയാലും എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല, പറയാനുള്ളത് എന്താണോ അത് ഞാൻ പറയുമെന്നും പറഞ്ഞു നവ്യ. ശരി, ഞാനിനി ഒരു സംസാരത്തിനും ഇവിടെ ഇല്ല. ഞാൻ കൂടെ പോകുന്നത് കൊണ്ട് അമ്മയൊക്കെ വല്ലാത്ത വേദനയിലാണെന്ന് പറയുമ്പം ഇന്നലെ വരെ അയാൾ ജീവനായി കരുതിയിരുന്ന അയാളുടെ മുത്തശ്ശന് പോലും വലിയ വേദനയൊന്നും ഇല്ലല്ലോ. ബിസിനസ് താഴ്ന്നതോടെ മുത്തശ്ശൻ കൊച്ചുമോനെ വെറുത്ത് കഴിഞ്ഞുവെന്നും നവ്യ പറഞ്ഞേ. അപ്പോൾ ആരൊക്കെ വെറുത്താലും എനിക്ക് എൻ്റെ ആദർശേട്ടൻ വെറുക്കാനോ തള്ളിക്കളയാനോ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് പോയപ്പം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അവിടെ നിൽക്കുക. അവളുടെ ഒരു ആദർശേട്ടൻ എന്നും പറഞ്ഞു. അങ്ങനെ നവ്യയ്ക്ക് അതൊന്നും ബോധിക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങനെ ഇരിക്കുമ്പം നയന ഇവരുടെ അരികിലേക്ക് മുറിയിലേക്ക് വന്നു. മോളെ നയനയെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ മുത്തശ്ശിയെന്നും പറഞ്ഞ് വിളിച്ചു. ഞാൻ പോട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പറയാനാ, പോവണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മോളുടെ സങ്കടം ഞാൻ കാണേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശിക്ക് എന്നെ കാണണം എന്ന് തോന്നുമ്പോഴെല്ലാം ഞാനിങ്ങ് എത്തിക്കൊള്ളാം, പിന്നെ അങ്ങോട്ടും മുത്തശ്ശിക്ക് വരാമല്ലോ എന്ന് നയന ഇങ്ങനെ മുത്തശ്ശിയോട് പറയുക. അപ്പോഴും മുത്തശ്ശൻ മുഖത്ത് പോലും നോക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ സൈഡിലേക്ക് എന്നെ നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശ എന്നെ അനുഗ്രഹിക്കണം എന്ന് നയന പറഞ്ഞ് മുത്തശ്ശൻ്റെ അനുഗ്രഹം മേടിച്ചു. മുത്തശ്ശൻ നയനയെ അനുഗ്രഹിച്ചും വിടുന്നു. അപ്പോൾ മുത്തശ്ശൻ്റെ മനസ്സിലെ പദ്ധതി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ചതിയന്മാരായിട്ടുള്ളവരെ കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഒന്നിനും എതിർപ്പ് പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെയും അനുഗ്രഹം മേടിച്ചു, ഉമ്മയൊക്കെ വാങ്ങിച്ചു. പിന്നെ മുത്തശ്ശി നയനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കുറേ. അത് കഴിഞ്ഞ് നയനെ യാത്രയാക്കുക. അപ്പം ചന്തുമോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല, മോളും കൂടി ഞങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ അമ്മയാകെ ഒറ്റപ്പെട്ടു പോയതുപോലെ ആകും എന്നിങ്ങനെ പറഞ്ഞു നയന. അതങ്ങനെ ഒറ്റപ്പെടുന്നത് അതെന്താ ആൾക്കാരില്ലാത്ത വീടാണോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. ആൾക്കാരുണ്ടെങ്കിലും ദേവയാനിയുടെ ആത്മാവായിട്ട് നിന്നവരാ വീട് വിട്ട് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകുമെന്ന് മുത്തശ്ശി ഇങ്ങനെ അവിടെ നിന്ന് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കടം വന്നവർക്ക്. ഇദ്ദേഹത്തിന് എന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല മോളെ. ഇതുവരെ കുടുംബത്തിനകത്തുള്ളവർക്ക് മനസ്സമാധാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം ആർക്കും സമാധാനം കൊടുക്കുന്നില്ല എന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശനെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ മുത്തശ്ശി, ആദർശേട്ടൻ്റെ ഭാഗത്ത് വീഴ്ച വന്നതുകൊണ്ടാണ് ആദർശേട്ടനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ നയന. എന്ന് വെച്ച് ആദർശേട്ടനോട് വീട് വിട്ട് പോകാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞു. അത് മുത്തശ്ശിയുടെ കൊച്ചുമോൻ സ്വന്തമായി തന്നെ എടുത്തൊരു തീരുമാനമല്ലേ. ഇപ്പം ഞാൻ പോകുന്നതും മുത്തശ്ശൻ പറഞ്ഞിട്ടല്ലല്ലോ, അതും എൻ്റെ മാത്രം തീരുമാനമല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നാലും നിങ്ങളൊക്കെ വീട് വിട്ട് പോകുമ്പോൾ പോകണ്ടെന്ന് പറഞ്ഞുകൂടെ എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ മുത്തശ്ശൻ നോക്കുക കേട്ടോ. കമ്പനിക്ക് കുറച്ച് വീഴ്ച ഉണ്ടായി എന്ന് കരുതി എല്ലാവരും വീട് വിട്ട് പോകേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചു. അന്നേരം ഇനിയിപ്പം അതിനെപ്പറ്റി ഒന്നും പറയണ്ട മുത്തശ്ശി, ദേ ഞാൻ ഇറങ്ങുക കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ നയനെ അങ്ങ് പോകണു. മുത്തശ്ശി ഞാൻ ഇറങ്ങാട്ട് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ യാത്ര പറഞ്ഞു പോകുന്നു. ചന്തുമോൾ ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ അവന്തിക വന്നിട്ട് ഇതെന്തൊരു കഷ്ടം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഒരിക്കലും കരുതിയില്ല അമ്മായി. ആരൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയാലും ആദർശനും ഏട്ടത്തെയും പോകുമെന്ന് കരുതിയതേ അല്ല എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക നിന്ന് നന്നായിട്ട് അഭിനയിച്ച് തകർക്കുക. അപ്പോൾ വാശി ഒരുപാടുള്ളവനാണ് ആദർശ്. അവൻ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തി എവിടെയും കടിച്ചു തൂങ്ങില്ല എന്ന് ഇത് കേട്ട് അജയൻ പറയാം. അവൻ അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് അവൻ്റെ കുട്ടിക്കാലം മുതലേ മോളുടെ മുത്തശ്ശൻ അറിയാം. അതുകൊണ്ടാണ് അച്ഛൻ അവനെ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലല്ലോ അവൻ പോയപ്പോൾ പടി ഇറങ്ങി പോകരുതെന്ന് പറഞ്ഞു എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു. മക്കൾ പറക്കമുറ്റിക്കഴിഞ്ഞാലേ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ശരിയുണ്ടെങ്കിൽ എതിര് നിൽക്കാൻ പാടില്ല എന്ന് ജയൻ അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറയുന്നു. അവൻ്റെ ഉള്ളിൽ നിന്ന് ചിരിക്കുക. ഈ വീട്ടിൽ മാത്രമല്ലേ ഉള്ളൂ എല്ലാവരും ഒരുമിച്ച് കൂട്ടുകുടുംബമായി കഴിയുന്നത്, മറ്റെല്ലായിടത്തും വിവാഹം കഴിക്കുന്നത് കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ പക്ഷേ ആദർശ് നയനമോളുടെ പ്രേരണയാലല്ല വീട് വിട്ട് പോയിരിക്കുന്നത്, അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നയന അവിടെ നിന്ന് പെട്ടിയൊക്കെ ആയിട്ട് വന്നു. അപ്പോഴേക്കും നവ്യയും അഭിയും അവിടേക്ക് വന്നു, മുത്തശ്ശിയും അവിടേക്ക് വന്നു, ചന്തുമോളും അവിടേക്ക് വന്നു. ചന്തുമോള് അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചിങ്ങനെ നയനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പോൾ മോളെ അമ്മ കുറച്ച് ദിവസം മാറി നിൽക്കുകയാണ് കേട്ടോ എന്ന് പറയാം. പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ, വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ ശരിയെന്ന് കൊച്ചും പറഞ്ഞു. അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അവിടേക്ക് നമ്മുടെ ജലജയും വന്നു.
അമ്മയും മോനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക സന്തോഷം കൊണ്ടേ. അല്ലെങ്കിലും മോളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ നിൽക്കേണ്ടടുത്തല്ലേ മോള് നിൽക്കേണ്ടത് എന്ന കാര്യം ഇങ്ങനെ നമ്മുടെ അജയൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ്. അപ്പം നവ്യയ്ക്ക് ഇത് മനസ്സിലായില്ല. നവ്യ ഇങ്ങനെ നിൽക്കുക. അന്നേരം ചേച്ചി ഞാൻ പോയിട്ട് വരാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യയോട് യാത്ര പറഞ്ഞു. നവ്യയ്ക്ക് അതൊന്നും മൈൻഡ് പോലും ചെയ്യാനുള്ളതില്ല. നവ്യ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പം മോള് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണേ, ആഹാരമൊക്കെ നോക്കണം, ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ എന്ന് ജലജ പറയുമ്പോൾ മിണ്ടാതിരിക്കടി എന്ന് മുത്തശ്ശി പറഞ്ഞു. ഉള്ളിൽ സന്തോഷം വെച്ചുകൊണ്ട് സങ്കടം കാണിക്കല്ലേടി നീ എന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ജലജയോട് ചോദിച്ചു. നീയൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ എന്നും എൻ്റെ മോളും ആദർശം പുറത്ത് നിൽക്കുമെന്ന് നീ ഒന്ന് കരുതണ്ടാന്ന് പറഞ്ഞു. അന്നേരം അയ്യോ അങ്ങനെ ഒരു കരുതൽ നമുക്ക് ആർക്കും ഇല്ലല്ലോ അമ്മേ, രണ്ടാളും തലയെടുപ്പോട് തിരിച്ചു വരണം, അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്നൊക്കെ ജലജ തട്ടി വിടും അവിടെ നിന്ന്. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുക. ഇനി കണ്ടക ശനി അതിൻ്റെ അപ്പുറത്തെ ശനിയായിരിക്കും അമ്മയ്ക്കും മോനും. അപ്പോൾ ഈശ്വര അങ്ങനെ സംഭവിക്കരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നു ജലജയെ. പോകാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവരെന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ നോക്കാം. അച്ഛാ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുമ്പം അവന്തികയോടും യാത്ര പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവന്തിക ഇങ്ങനെ നിൽക്കുന്നു. മുത്തശ്ശിയുടെ അനുഗ്രഹവും മേടിച്ച് നമ്മുടെ നയനെ അവിടെ നിന്ന് പോകണു. ഇതിന് ശേഷം പൂജാമുറിയിൽ ചെന്ന് തൻ്റെ ദൃഷ്ടി ഗണപതിയെ പ്രാർത്ഥിച്ച് വിഘ്നേശ്വരനോടെല്ലാം പറയുക, എൻ്റെ ആദർശേട്ടൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാ ഞാനും നിൽക്കേണ്ടതെന്ന് നയനെ പറയുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പടി ഇറങ്ങി പോകുന്നത്. എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ വിജയിച്ച് തിരിച്ചു വരാൻ കഴിയണേ എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ നയനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, സ്വീ, ടേക്ക് കെയർ, ബൈ ബൈ.